കോയമ്പത്തൂരിൽ ബലാത്സംഗത്തിനിരയായി ഒരു 10 വയസ്സുകാരി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസ്. അതിന്റെ വിവരങ്ങൾ പറയാൻ പ്രസ് മീറ്റ് വിളിച്ചു ചേർത്ത പോലീസുകാർ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ. ഈ വീഡിയോയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ചർച്ച. ഇത്രയും സെൻസിറ്റീവായ കാര്യം അറിയിക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് എങ്ങനെ ചിരിക്കാനാവും? അവരെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു പിന്നീട് ആവശ്യം വരുന്നത്. അവർ ചിരിച്ചത് പ്രസ് മീറ്റിനിടെ അല്ല എന്നും തുടങ്ങുന്നതിന് മുൻപാണെന്നൊക്കെ പറയുന്നു. അതെന്തോ ആവട്ടെ, അതല്ല ഇപ്പൊ വിഷയം. ഇതിനു പിന്നാലെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന പോസ്റ്റുകൾ വന്നു. മുഖ്യമന്ത്രി വിജയെ അഭിനന്ദിച്ചുകൊണ്ട് മാസ് ബീജം ഇട്ട റീലുകളും ഒപ്പം റിയാക്ഷൻ വീഡിയോകളും. ഒന്നോ രണ്ടോ അല്ല, സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതേ കാണാനുള്ളൂ. ഇനി വീട്ടിലിരുന്ന് ചിരിച്ചോ എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള പോസ്റ്റുകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ്, ആയിരക്കണക്കിന് കമന്റ്സ്. പക്ഷേ ഇത് സത്യമാണോ? പോലീസുകാരെ സസ്പെൻഡ് ചെയ്തോ? അങ്ങനെയെങ്കിൽ ആരാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചത്? എന്തായാലും അങ്ങനെ ഒരു നടപടി തമിഴ്നാട് സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. തമിഴ്നാട് സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇങ്ങനൊരു ന്യൂസ് അവർ സ്ഥിരീകരിക്കുന്നില്ല. തമിഴ്നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരോടും ഞങ്ങൾ അന്വേഷിച്ചു. ഇങ്ങനെയൊരു സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് അവരും പറയുന്നത്. മുഖ്യധാര മാധ്യമങ്ങളോ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ ഇങ്ങനെയൊരു വാർത്ത നൽകിയിട്ടില്ല. അതായത് പോലീസുകാരുടെ പെരുമാറ്റത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്ന സത്യമാണ്. പക്ഷെ അവർ സസ്പെൻഷനിലാണ് എന്ന വാർത്ത വ്യാജവും. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മാസ് ക്യാമ്പയിനെതിരെ തമിഴ്നാട് ആഭ്യന്തര വകുപ്പ് എന്താണ് പ്രതികരിക്കുന്നത്? OBCയുടെ വിശദമായ റിപ്പോർട്ട് വെബ്സൈറ്റിൽ വായിക്കാം.